ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർട്ടിസ്റ്റ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബോക്സ് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇപ്പോൾ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ ബിസിനസ്സുകൾ നടത്തുന്നവർക്കൊക്കെ ഇതുപോലുള്ള ഒരുപാട് ബോക്സുകൾ നമുക്ക് കൊറിയർ ചെയ്യാനൊക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബോക്സുകളൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്കിത് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും ചില ഇൻസ്റ്റഗ്രാം സ്റ്റോഴ്സിൽ നിന്നൊക്കെ. പക്ഷേ അതിന് നമ്മൾ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നമ്മളൊരു പോളറോയിഡൊക്കെയാണ് നമ്മൾ ഷിപ്പ് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നല്ലൊരു അടിപൊളി ബോക്സ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ കയ്യിലുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു A4 സൈസ് കാർഡ്ബോർഡിൻ്റെ പീസ് മാത്രം മതി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് A4 സൈസിൻ്റെ ഒരു കാർഡ്ബോർഡ് ഷീറ്റാണ്. ഇത് ഞാൻ വാങ്ങിച്ചതും അതുപോലെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കാണാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് 10 രൂപയാണ് വരുന്നത്. നമുക്ക് എല്ലാവിധ ക്രാഫ്റ്റ് ഷോപ്പുകളിൽ നിന്നൊക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ. കമ്പാരിറ്റീവ്ലി ഇത് കുറച്ച് തിക്നെസ്, ഒരു മീഡിയം തിക്നെസ് ഉള്ളതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഇത് തിക്നെസ്സും കാര്യങ്ങളൊക്കെ മാറ്റമുള്ള രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. അതായത് കൂടുതലായിട്ടും കുറവായിട്ടൊക്കെ ഉള്ള രീതിയിൽ കിട്ടും. അപ്പോൾ അത്യാവശ്യം കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് A4 സൈസ് കാർഡ്ബോർഡ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക, കാരണം അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ദെൻ ഞാനതിൻ്റെ രണ്ട് എൻഡും ഒരു സെൻറ്റിമീറ്റർ രീതിയിൽ ഞാനൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ദെൻ ആ മുകളിലും 1 സെൻറ്റിമീറ്ററിൽ മടക്കിയ ആ ഭാഗം ഉണ്ടല്ലോ, അതിനെ തൊട്ട് ജോയിൻ ചെയ്ത് വെക്കുന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ കറക്റ്റ് സെൻറ്റർ അല്ല, ആ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ സെയിം മെത്തേഡ് തന്നെ നമ്മൾ അടുത്ത ഭാഗത്തും ചെയ്യാണ്. അതായത് അടുത്ത ഭാഗത്തേക്ക് നമ്മൾ 1 സെൻറ്റിമീറ്റർ മടക്കി വെച്ചിട്ടുണ്ടല്ലോ, അവിടേക്ക് നമ്മൾ മറ്റേ സൈഡും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്തിട്ട് നന്നായിട്ട് താഴെ ഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താവുമെന്ന് വെച്ചാൽ ബോക്സിൻ്റെ ആ ഒരു എഡ്ജ് ഉണ്ടല്ലോ, അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ കണ്ടോ, ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നല്ലൊരു ക്യൂട്ട് ബോക്സ് ആക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പുറത്തെ സൈഡും അതായത് നമ്മൾ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും നമ്മൾ 1 സെൻറ്റിമീറ്റർ നമ്മൾ മടക്കി കൊടുക്കണം. അപ്പോൾ ആദ്യം മടക്കിയതിന് ശേഷം പിന്നെയാണ് നമ്മൾ വെർട്ടിക്കലായിട്ട് നമ്മൾ 1 സെൻറ്റിമീറ്റർ മടക്കി കൊടുക്കുന്നത്. അതും രണ്ട് ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യുക, മടക്കി കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ സ്കെയിലൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ചെയ്യാം. ഇനി ഞാൻ ചെയ്യുന്നത് അതിൻ്റെ നമ്മൾ ആ മടക്കിയിട്ട് കിട്ടിയ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ രണ്ട് സൈഡും അതുപോലെ തന്നെ ഒരു വശത്തെ 1 സെൻറ്റിമീറ്റർ മടക്കിയതിൻ്റെ രണ്ട് സൈഡും ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ സെൻറ്റർ പോർഷൻ ഒന്ന് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ടാണ് ഞാനത് ക്ലോസ് ചെയ്യാൻ പോകുന്നത്. ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഇനി നമ്മൾ ക്ലോസ് ചെയ്യുന്ന ആ ഭാഗത്തിലെ ആ സൈഡ് വശം ഉണ്ടല്ലോ, അത് ബേസ് ഭാഗത്തിൻ്റെ സൈഡ് വശത്തിൻ്റെ ഉള്ളിലേക്കാവുന്ന രീതിയിൽ നമ്മളൊന്ന് മടക്കി കൊടുത്താൽ മതി. ഒന്ന് മടക്കി കൊടുത്താൽ അത് ഉള്ളിലേക്ക് ഇരിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് മടക്കി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി സെക്യൂർ ആക്കണമെന്നുണ്ടെങ്കിൽ ഗ്ലൂ എന്തെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. കാർഡ്ബോർഡ് ആവുകൊണ്ട് ഫെവിക്കോൾ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് തന്നെ ഉള്ളൂ. ഫോൾഡ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾക്ക് ബോക്സിൻ്റെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ആ എൻഡ് ഭാഗത്ത് മടക്കി കൊടുക്കുന്നതിൻ്റെ രണ്ട് എൻഡിലും ചെറിയൊരു പീസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം. പക്ഷേ ഞാനിവിടെ ഒരു ഫെവിക്കോൾ വെച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡിലേക്കും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതാവുമ്പോൾ സേഫായിട്ട് നമുക്ക് അടച്ച് തുറക്കുന്ന രീതിയിൽ അങ്ങനെ ഇരുന്നോളും. അല്ല, നിങ്ങൾക്ക് ഒട്ടിക്കാനാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് ഭാഗവും കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ലെങ്ത്തുള്ള ഭാഗമല്ലേ, അത് നമുക്ക് ഒരു ഫെവിക്കോൾ എന്തെങ്കിലും വെച്ചിട്ടോ അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടോ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ദെൻ അതിൻ്റെ പുറത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാം. അതായത് കാര്യങ്ങൾ, നമ്മുടെ ലോഗോസോ സ്റ്റിക്കേഴ്സൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യാം. ഞാനിവിടെ എൻ്റെ ഒരു ലോഗോ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റിക്കറും കൂടി വെക്കുന്നുണ്ട്. സ്റ്റിക്കർ ഞാൻ തന്നെ ഉണ്ടാക്കിയ സ്റ്റിക്കറാണ്. അതെങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു വീഡിയോ കൂടി വരാനുണ്ട്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. മറ്റു വീഡിയോ കാണണം എന്നുള്ളവർ ഞാനിവിടെ ലിങ്ക് കൊടുക്കാം. അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളൊരു സ്റ്റിക്കറും കൂടി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സാറ്റിൻ റിബണോ അല്ലെങ്കിൽ ഇതുപോലുള്ള ത്രെഡോ ജൂട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന്
കെട്ടിക്കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ബോ ഒക്കെ വെച്ച് കൊടുത്താലും നല്ല ക്യൂട്ടായിട്ട് നല്ല സ്റ്റാൻഡേർഡായിട്ട് നല്ല അടിപൊളി ബോക്സ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.